അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഐൻ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ഈ അക്ഷരം തനിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. വരയുടെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് എഴുതുക. ഐൻ. അതിന് ഫതഹ് കൊടുത്താൽ ആ എന്ന് വായിക്കും. ഒന്നുകൂടെ എഴുതുന്നു. ആ. അതിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചാൽ ഈ രണ്ട് ഭാഗങ്ങൾ തുടങ്ങിയ ഭാഗത്തേക്കാൾ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കും. ഇനി ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് ഐൻ എഴുതുക, അതേപോലെ തന്നെ മധ്യഭാഗത്ത് വരുമ്പോൾ അവസാന ഭാഗത്ത് വരുമ്പോൾ മൂന്നും വ്യത്യസ്ത രൂപങ്ങളാണ്. ഇവിടെ നോക്കൂ. തുടക്കത്തിൽ ചേർത്ത് എഴുതുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഹംസ എഴുതുന്ന പോലെ ഈ ഭാഗം അല്പം അങ്ങോട്ട് മുന്നോട്ട് വരണം. ഇങ്ങനെയാണ് ഐൻ എഴുതുക. മധ്യഭാഗത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഉയർന്ന് ശേഷം കൈയെടുക്കാതെ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തിലൂടെ തിരിച്ചു വരിക. ഇങ്ങനെയാണ് മധ്യഭാഗത്ത് വരുമ്പോൾ. അവസാന ഭാഗത്ത് വരുമ്പോഴും അതുപോലെയാണ് തുടങ്ങുക. ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് എഴുതാണ് വേണ്ടത്. ഇതാണ് ഐനിൻ്റെ 3 എഴുത്ത് രൂപങ്ങൾ. തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും. മധ്യഭാഗത്ത് വരുമ്പോൾ രണ്ടക്ഷരത്തോട് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ട്, ഇതാണ് കുട്ടികൾക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഈ വരയിലൂടെ തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അവസാനം എഴുതുന്നത് ഒരു ഐന് അവസാനം വരികയാണെങ്കിൽ ഇങ്ങനെയും